ഹായ് ഓൾ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു അടിപൊളി റിവിഷൻ ആയിരിക്കും ഈ ഒരു ക്ലാസ്സിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് 2020 മുതൽ വിവിധ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മാത്സിന്റെ പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളുമായി എൻട്രി ചെയ്ത ഈ ജൂൺ മാസം വരുന്നു. ജൂൺ മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ? പലരും ഡിഗ്രിയും +2 ഒക്കെ കഴിഞ്ഞ് ഇനി മുന്നോട്ട് എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന സമയമാണിത്. നിങ്ങളും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും തലപൊക്കി തുടങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഒരുപാട് എക്സാം നോട്ടിഫിക്കേഷനുകൾ ഈ മാസം പുറത്തു വരുന്നുണ്ട്. സോ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടൈം ഇത് തന്നെയാണ്. മാത്രമല്ല, എൻട്രി എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി നിങ്ങളിപ്പോൾ ഏത് PSC കോഴ്സിൽ ചേർന്നാലും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളാണ്. അതെ, നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകൾ തന്നെ. സോ ഇനി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പരീക്ഷകൾക്കായി തയ്യാറെടുക്കാം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ. ഓർക്കുക, തയ്യാറെടുപ്പുകൾ ഇന്നേ തുടങ്ങിയാൽ ഉറപ്പായും അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും. സോ ഒട്ടും വൈകിക്കണ്ട, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. അപ്പോ എല്ലാവരും റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കണ്ടു നോക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നതാണ് ആദ്യത്തെ ചോദ്യം. 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് 1നും 50നും ഇടയ്ക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 6ന്റെ ഗുണിതങ്ങളായിരിക്കും. 6ന്റെ ഗുണിതങ്ങൾ നമുക്കറിയാം. 6, 12, 18 തുടങ്ങിയ സംഖ്യകളാണ് 6ന്റെ ഗുണിതങ്ങൾ വരുന്നത്. അപ്പോ 50 താഴെയുള്ള 6ന്റെ ഗുണനപ്പട്ടികയിൽ വരുന്ന സംഖ്യകൾ എഴുതിയിട്ട് അതിൽ അക്കങ്ങളുടെ തുക 6 ആയി വരുന്ന സംഖ്യ ഏതൊക്കെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ് 6ന്റെ ഗുണിതങ്ങൾ? 6, 12, 18, 24, 30, 36, 42, 48. ഇത്രയും സംഖ്യകളല്ലേ 50ൽ താഴെ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ. ഇനി ഇതിൽ നിന്ന് നമുക്ക് തുക, രണ്ടക്കങ്ങളുടെ തുക 6 ആയി വരുന്നത് ഏതൊക്കെയാ നോക്കാം. 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുക അല്ലെ. അപ്പൊ 24ഉം 42ഉമാണ് അക്കങ്ങളുടെ തുക 6 ആയി വരുന്ന സംഖ്യകൾ അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ഉറപ്പിക്കാനായിട്ട് പറ്റും? രണ്ട് സംഖ്യകളാണ് 1നും 50നും ഇടയിൽ 6 കൊണ്ട് ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6ഉം ആയി വരുന്ന രണ്ടക്ക സംഖ്യകൾ. സോ ഇവിടെ ഉത്തരം ഓപ്ഷൻ A ആണ്, 2 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 + 2 + 3 + etc. + 100. പല തവണയായിട്ട് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക എന്ത്? ഇതിന്റെയൊക്കെ ഉത്തരം പലർക്കും കാണാതെ അറിയാം അല്ലെ. പക്ഷെ എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം. 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. n × n + 1/2 ആണ്. എന്താണ്? 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം n × n + 1/2 ആണ്. ഇവിടെ n എന്നുള്ളത് 100 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സോ 100 × 100 + 1 എന്ന് പറഞ്ഞാൽ 101 ഹരിക്കണം 2 അല്ലെ. 100/2 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 × 101 5050 ആണ് അല്ലെ. 5050 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ D ആണ്. അപ്പൊ മറക്കരുത്, 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ തുക എന്ന് പറയുന്നത് n × n + 1/2 ആണ്. മറക്കാതെ പഠിച്ചു വെക്കുക. ഇപ്പോഴും പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 0, 1, 2, 3 അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ്? 0, 1, 2, 3 ഈ 4 അക്കങ്ങൾ ഉണ്ട്. ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം പാഠപുസ്തകത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്കിവിടെ 2 സെറ്റ് ആക്കി ഇതിനെ മാറ്റാം. ഓക്കെ, ഇപ്പൊ ഒരു 4 അക്ക സംഖ്യ നമുക്ക് ഇതിനകത്ത് എഴുതാം.
മറ്റൊരു നാലക്ക സംഖ്യ നമുക്ക് ഇതിനകത്തും എഴുതാം. എന്തിനാണ് ഞാൻ ഇവിടെ രണ്ടെണ്ണം വരച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇരട്ട സംഖ്യകൾ എപ്പോഴും അവസാനിക്കുക ഒന്നുകിൽ പൂജ്യത്തിലോ അല്ലെങ്കിൽ രണ്ടിന്റെ മൾട്ടിപ്പിൾസിലോ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള 4 സംഖ്യകൾ 0, 1, 2, 3 എന്നീ 4 സംഖ്യകളാണ്. അപ്പൊ ഇതൊരു ഇരട്ട സംഖ്യ ആകണമെങ്കിൽ നമുക്കിതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അങ്ങ് ഫിക്സ് ചെയ്യാം. ഒന്നുകിൽ അത് 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് 2 ആയിരിക്കും. എങ്കിൽ മാത്രമേ ഇത് എന്താവുകയുള്ളൂ, ഇരട്ട സംഖ്യ ആവുകയുള്ളൂ, അല്ലെ? അപ്പോ 1-ൽ അവസാനിക്കുന്നതോ 3-ൽ അവസാനിക്കുന്നതോ നമ്മൾ ഒരിക്കലും അതിന് ഇരട്ട സംഖ്യ എന്ന് പറയില്ല, അല്ലെ? അപ്പൊ ഇനി ഇവിടെ എത്ര പോസിബിലിറ്റിയാ ഉള്ളത്, എത്ര എണ്ണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ 0-ൽ അവസാനിക്കുന്ന ഇരട്ട സംഖ്യയാണ്, 4 അക്ക സംഖ്യയാണ്. അപ്പൊ ഇനി 0 ഒഴിച്ച് ബാക്കി എത്ര അക്കങ്ങളാണ് ഇവിടെ ഉള്ളത്? 1, 2, 3 3 അക്കങ്ങളാണുള്ളത്. അപ്പൊ ആ 3 അക്കങ്ങളിലെ ഏതക്കം വേണമെങ്കിലും ഈ ആദ്യത്തെ പ്ലേസിൽ വരാലോ. അപ്പൊ 3 പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ ഒരു സംഖ്യ നമ്മൾ അവിടെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 സംഖ്യകളാണ്, അതിലേതെങ്കിലും ഒന്നായിരിക്കും രണ്ടാമത്തെ സ്ഥാനത്ത് വരിക. പിന്നെയുള്ളത് ഒരു സംഖ്യയാണ്, ആ ഒരെണ്ണമായിരിക്കും അടുത്ത സ്ഥാനത്ത് വരിക. ഓക്കെ, പിന്നെ 0 നമ്മൾ ഓൾറെഡി കൊടുത്തു, ഒരു അക്കം നമ്മൾ ഓൾറെഡി കൊടുത്തു, ആ 1 ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര അതായത് 0-ൽ അവസാനിക്കുന്ന 4 അക്ക സംഖ്യ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ 3 × 2 × 1 × 1 ആണ്, 6 എണ്ണമാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് 2-ൽ അവസാനിക്കുന്നത് കൂടെ നോക്കാം. 2-ൽ അവസാനിക്കുന്ന 4 അക്ക സംഖ്യയാണ്, അല്ലെ? അപ്പൊ 2 അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് 0, 1, 3 ആണ്, 3 സംഖ്യകളാണ്. പക്ഷേ 0-ൽ തുടങ്ങുന്ന സംഖ്യയെ നമുക്കൊരു 4 അക്ക സംഖ്യ എന്നിവിടെ പറയാൻ പറ്റുമോ? 4 അക്ക സംഖ്യ ഏതെങ്കിലും 0-ൽ തുടങ്ങോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്ലേസിൽ, അതായത് ഈ ഒരു പ്ലേസിൽ എന്ത് വരരുത്? 0 വരരുത്. അപ്പൊ പിന്നെ ഏതൊക്കെ വരാവൂ? 1ഉം 3ഉം മാത്രമേ ആ ഒരു പ്ലേസിൽ വരാനായിട്ട് പാടുള്ളൂ, അല്ലെ? സോ 2 പോസിബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. 2 അക്കങ്ങൾ വരാൻ പാടുള്ളൂ. 0 ഒഴിച്ചുള്ള 2 ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള 1ഓ 3ഓ അവരിലെ ആരെങ്കിലും ഒരാളായിരിക്കും ആ ആദ്യത്തെ സ്ഥാനത്ത് വരിക. ഇനി അടുത്ത സ്ഥാനത്ത് വേണമെങ്കിൽ 0 വരാം, അല്ലെ? അപ്പോ അവിടെയും നമുക്ക് 2 പോസിബിലിറ്റിയാ ഉള്ളത്. കാരണം ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്തു, പിന്നെയുള്ള 2 എണ്ണമാണ്. ഒന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഖ്യ ആവാം. പിന്നെ ഇവിടെ ഒരു സംഖ്യ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു സംഖ്യയുണ്ട്, 1. സോ രണ്ടാമത്തെ കേസിൽ ഏതൊക്കെയാണുള്ളത്? 2 × 2 × 1 × 1 4 പോസിബിലിറ്റി ആണ് ഉള്ളത്, അല്ലെ? സോ ടോട്ടൽ അപ്പൊ നമുക്ക് എത്ര ഇരട്ട സംഖ്യകൾ, 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം? 6 + 4 10 4 അക്ക ഇരട്ട സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാം. ക്ലിയർ അല്ലേ? സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10 ആണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 അക്ക ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകൾ അവസാനിക്കുന്നത് ഇരട്ട സംഖ്യയിലായിരിക്കണം, അല്ലെങ്കിൽ 0-ലായിരിക്കണം, അല്ലെ? അപ്പൊ 0ഓ 2ഓ തന്നിരിക്കുന്നതിൽ 0-ലോ 2-ലോ അവസാനിക്കുന്നതാണ് ഇരട്ട സംഖ്യ. സോ നമ്മൾ 2 സംഖ്യകൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചു. ബാക്കിയുള്ള 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ആദ്യ സ്ഥാനത്ത് വരാം. അതുകൊണ്ടാ അതിന് ഞാൻ 3 എന്ന് എഴുതിയത്. പിന്നെയുള്ള 2 എണ്ണം അത് 2 എന്ന് എഴുതി, പിന്നെ ഒരെണ്ണം 1 എന്ന് എഴുതി. 3 × 2 × 1 × 6 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ താഴെ 2-ൽ അവസാനിക്കുന്നതും ഇരട്ട സംഖ്യയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്, ആദ്യത്തെ സംഖ്യ ഇപ്പൊ 0, 1, 2, 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു 4 അക്ക സംഖ്യ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് 3 അക്ക സംഖ്യയാണ്. അതുകൊണ്ട് ഇവിടെ 0 വരരുത്. സോ നമുക്ക് 2 പോസിബിലിറ്റിയേ ഉള്ളൂ ആദ്യ സ്ഥാനത്തേക്ക്, കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ സ്ഥാനത്തേക്ക് 0 വരാം, അപ്പൊ 2 പോസിബിലിറ്റി. പിന്നെ മൂന്നാമത്തെ സ്ഥാനത്ത് ഒരു നമ്പറേ വരാൻ പാടുള്ളൂ. അപ്പൊ 2 × 2 4, അങ്ങനെ 6 × 4 10 രീതിയിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ ഉപയോഗിച്ച്, തന്നിരിക്കുന്ന അക്കങ്ങൾ ഉപയോഗിച്ച് 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം. ഓപ്ഷൻ ബി 10 ആണ് ഇതിന്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യ. ഇത്തരം ചോദ്യങ്ങളിൽ നിങ്ങൾ ചോദ്യം വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കണം. കാരണം 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ 50 ഇരട്ട സംഖ്യകൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ 50 എണ്ണം ഇരട്ട സംഖ്യകളാണുള്ളത്. സോ n സമം നമുക്ക് എന്തായിട്ട് എടുക്കാം? 50 ആയിട്ട് എടുക്കാം. അപ്പോ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം നിങ്ങൾക്കറിയാമല്ലോ, n × n+1 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ തുക കാണാനായിട്ടുള്ള ഇക്വേഷൻ നോക്കി. എന്തായിരുന്നു അത്?
n into n plus 1/2 ആണ്. ഇനി ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ ആ താഴെ എഴുതിയിരിക്കുന്ന രണ്ടിനെ അവിടെ നിന്ന് മാറ്റിയാൽ n into n plus 1. ഇതാണ് ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ഇനി ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നതെങ്കിലോ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n സ്ക്വയർ ഉപയോഗിക്കും. ഓക്കെ, n സ്ക്വയർ ആണ് ഒറ്റ സംഖ്യകളുടെ തുക കാണാനായിട്ട്. അപ്പൊ ഈ 3 ഫോർമുലകള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറിയാത്തവര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ n into n plus 1 എന്ന് പറഞ്ഞാൽ 50 ഗുണം 51. 50 ഗുണം 51 എത്രയാ വരിക? 2550. 2550 ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, സോ 1 മുതൽ n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം n into n plus 1 ആണ്. ഓർത്ത് വെക്കുക, മറക്കരുത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിനെ അങ്ങനെ നമ്മൾ മാത്സിലോട്ട് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കാണാം. ശ്രദ്ധിക്കുക, ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സംഖ്യ അറിയില്ല, എക്സ് എന്ന് എടുക്കാം. മറ്റൊരു സംഖ്യയുടെ മറ്റൊരു സംഖ്യ y ആണെന്ന് ഇരിക്കട്ടെ. ആ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ, മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഈ മറ്റൊരു സംഖ്യ y ആണ്, അതിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3y ആണ്. ഓക്കെ, 3 ഇരട്ടി മടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻഡു ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2നെ ആഡ് ചെയ്യണം. നോക്കൂ, ഒരു സംഖ്യ x, മറ്റൊരു സംഖ്യ y, ആ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ് 3y, അതിനേക്കാൾ 2 കൂടുതൽ പ്ലസ് 2. കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സെന്റൻസിലേക്ക് വരാം. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. അപ്പൊ നമുക്ക് ഇവിടെ ചെറുതും വലുതും ഏതാണ് എന്നൊന്ന് മനസ്സിലാക്കണം. എക്സ് ആണോ y ആണോ ചെറിയ സംഖ്യ, അല്ലെങ്കിൽ ഏതാണ് വലിയ സംഖ്യ എന്ന് അറിയണം. സപ്പോസ് നിങ്ങൾ y സമം 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് എന്തായിട്ട് മാറും? ആ വൈയുടെ സ്ഥാനത്ത് 1 കൊടുത്താൽ 3 into 1 plus 2 5 എന്ന് വരും അല്ലെ. അപ്പൊ y 1 ആകുമ്പോൾ എക്സ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് വലുതും y ചെറുതും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? yക്ക് 1 കൊടുക്കുമ്പോ എക്സ് 5 ആണ്. ഇനി yക്ക് 2 കൊടുത്താലോ 8 ആവും എക്സ്. കണ്ടോ? അപ്പൊ ഇവിടെ ചെറിയ സംഖ്യ ഏതാ? y ആണ്. വലിയ സംഖ്യ ഏതാണ്? എക്സ് ആണ്. അത് ഓർമ്മ വേണം. ഇനി ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. ചെറിയ സംഖ്യ ഇവിടെ ഏതാണ്? y അല്ലേ? അതിന്റെ 4 മടങ്ങെന്ന് പറഞ്ഞാൽ 4y അല്ലേ? അപ്പൊ ഈ ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് എന്തെന്ന് പറയുന്നു? വലിയ സംഖ്യ എന്ന് പറയുന്നു. അപ്പൊ എക്സ് സമം 4y എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ആ സെന്റൻസിൽ നിന്നാണ് നമ്മൾ ഇത് എക്സ് ഈക്വൽ ടു 4y എന്നും എക്സ് ഈക്വൽ ടു 3y plus 2 എന്നും എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ആ സമത്തിന് ഇടതുവശത്ത് രണ്ടും എക്സ് ആണ് അല്ലെ? അങ്ങനെ ഇടതുവശത്ത് രണ്ടും ഒരേ സംഖ്യ ആണെങ്കിൽ വലതുവശത്തെ 3y plus 2 സമം 4y എന്ന് നമുക്ക് എഴുതാം. അതായത് 3y plus 2 സമം 4y എന്ന് എഴുതാം. എന്തുകൊണ്ട്? ഇടതുവശത്ത് രണ്ടും സെയിം ആയതുകൊണ്ട്. എക്സ് എന്നാ കിടക്കുന്നത് അല്ലെ? സോ നമുക്ക് ഇവിടുന്ന് ഈ 3y ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 2 സമം 4y minus 3y എന്ന് നമുക്ക് അല്ലെ? അപ്പോ 2 സമം y എന്ന് കിട്ടും. yയുടെ വാല്യൂ എത്രയെന്ന് വന്നു? 2 എന്ന് വന്നു. yയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഓക്കെ, സോ y is equal to 2 എന്ന് കിട്ടി. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ചെറിയ സംഖ്യയാണല്ലോ. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇവിടെ ചെറിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി 2 ആണ്. ചെറിയ സംഖ്യ ഓപ്ഷൻ ഡി 2 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എളുപ്പമാണ്. പക്ഷെ ഇതൊന്ന് എഴുതി കൃത്യമായെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന സെന്റൻസ് കൃത്യമായി വായിച്ചു നോക്കിയിട്ട് അതിന്റെ അൾജിബ്രിക് ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12, 16, 18 എന്നീ സംഖ്യകളുടെ ലാസാഗു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. LCM കാണാനാണ്. ഫാക്ടറൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ LCM കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 എടുത്താൽ 6 2 12, n 2 16, 9 2 18. 3 എടുത്താൽ 23 6, 8 3 9. വീണ്ടും 2 എടുത്താൽ 2 2, 4 2 8 3. ഇവിടെ നിർത്താം. ഈ 2 4,
then 3 അല്ലെ, ഇങ്ങനെ വരും. സോ ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇവരെല്ലാവരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 144 എന്നാണ്. LCM അഥവാ ലാസാഗു എന്ന് പറയുന്നത് 144 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരവായിട്ട് വരുന്നത് കേട്ടോ. 10th പ്രിലിംസിന് ചോദിച്ച വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. LCM കാണാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ്. എന്താണ്? 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ, ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഇവരെ ഹരിക്കുമ്പോൾ, ഇതിൽ ഏതോ ഒരു സംഖ്യയെ ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്നത് ഏതാണ് എന്ന്, 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇത്തരത്തിലുള്ള പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ഇവിടെ ചെറിയ സംഖ്യ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടുപിടിച്ചിട്ട് ആ ശിഷ്ടത്തെ ഒന്ന് LCM-നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവായി. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദ്യമെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM നിങ്ങൾ ആദ്യം കണ്ടെത്തണം. അതിനുശേഷം പ്ലസ് ആ ശിഷ്ടം ഒന്ന് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കാം, 8, 9, 10, 15, 20 ഇങ്ങനെയാണ് സംഖ്യകൾ ഉള്ളത്. ഇവരെ ചെയ്യുമ്പോ ഇവിടെ 2, 4, 2, 8, 9, I 2, 10, 15, 10. then ഇവിടെ 5 എടുത്താൽ 4, 9, 1, 3, 2 എന്ന് വരും. then 2 എടുത്താൽ 2, 9, 1, 3, 1. then 3 എടുത്താൽ 2, 3, 1, 1, 1 അല്ലെ, കഴിഞ്ഞു. ഇനി ഇവരെ കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6, 6, 36, 36, 10, 360 ആണ് ഇവിടെ LCM ആയിട്ട് കിട്ടുന്നത്. 360 അല്ലെ, 360. ഇനി 5 ശിഷ്ടം വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM പ്ലസ് നിങ്ങൾ ആ റിമൈൻഡർ ചെയ്യണം. ശിഷ്ടം എന്ന് പറയുമ്പോൾ റിമൈൻഡർ ആണ് അല്ലെ. LCM പ്ലസ് റിമൈൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? 365 എന്നാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി 365. LCM കാണുക, ശിഷ്ടം ആഡ് ചെയ്യുക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. √x പ്ലസ് √49 സമം 82 ആയാൽ എക്സിന്റെ വില എന്ത്? √x പ്ലസ് √49 സമം 82 എഴുതി നോക്കാം. √x പ്ലസ് √49 സമം 82 ആണ് തന്നിട്ടുള്ളത്. എക്സ് ആണ് കണ്ടെത്തേണ്ടത്. സോ ഇവിടുന്ന് √x പ്ലസ് √49 എത്രയാ? 7 സമം 82. ആ 7നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ √x സമം 82 മൈനസ് 7 എന്ന് കിട്ടും. അതായത് 75. 82ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ 75. അപ്പൊ നമുക്കിപ്പോ എന്തായി? √x എന്ന് പറയുന്നത് 75 ആയി. അങ്ങനെയെങ്കിൽ x എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോ മൈനസ് ആകും, ഇൻറ്റു സമത്തിനപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആകും. അങ്ങനെയെങ്കിൽ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. റൂട്ട് സമത്തിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും? സ്ക്വയർ ആവും. സോ ഇവിടുന്ന് x is equal to 75 സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. 75 സ്ക്വയർ. ഇനി 75ന്റെ സ്ക്വയർ കാണാൻ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കിട്ടുമല്ലോ. 5ൽ അവസാനിക്കുന്ന സംഖ്യ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 5 25. 7 കഴിഞ്ഞു വരുന്ന അടുത്ത സംഖ്യ എന്താ? 8. 7 into 8 എത്രയാണ്? 56. 5625 ആണ് 75ന്റെ സ്ക്വയർ. x is equal to 5, 6, 2, 5. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ √49 7 എന്ന് എഴുതി, 7നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയപ്പോ 75 ആയി. √x 75 ആണെങ്കിൽ x എന്ന് വെച്ചാൽ 75ന്റെ സ്ക്വയർ ആണ്. 75ന്റെ സ്ക്വയർ ആണ് 5625. ശരിയല്ലേ? ഇത് ചോദ്യത്തിലേക്ക് പോകാം. √3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ √3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 2⁴ ഇൻറ്റു 5 സ്ക്വയർ. 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 2⁴ ഇൻറ്റു 5 സ്ക്വയർ. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. റൂട്ടിനകത്ത് 3ന്റെ സ്ക്വയർ 9 ഇൻറ്റു 5ന്റെ സ്ക്വയർ 25 പ്ലസ് അങ്ങനെ എഴുതി പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഈ പ്ലസിന്റെ 2 വശത്തേക്കും നിങ്ങൾ നോക്കിയാൽ മതി. ഈ രണ്ടിടത്തും ഒരു 5 സ്ക്വയർ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? അതിനെ അങ്ങ് പുറത്തേക്ക് എടുക്കാം.
അതായത് 5 സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും 3 സ്ക്വയർ പ്ലസ് 2 റേസ് ടു 4 എന്ന് വരും. 5 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 2 റേസ് ടു 4. ഇനി മനസ്സിലാക്കുക, റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോയി 5 ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ റൂട്ട് 25 എന്നല്ലേ ആവുക. റൂട്ട് 25 എന്താണ്? 5 തന്നെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. റൂട്ട് ഓഫ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ആണ്. റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെയെങ്കിൽ റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. ഓക്കെ, ഇനി ബാക്കി ഇവിടെ റൂട്ട് ഓഫ് 9 പ്ലസ് 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അതായത് 5 ഇൻറ്റു 9 പ്ലസ് 16 25 ആണ്. ദാറ്റ് ഈസ് 5 ഇൻറ്റു റൂട്ട് 25 എത്രയാ? 5 അല്ലെ. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു 5 എത്രയാ ആൻസർ വരിക? 25 എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ്? ഓപ്ഷൻ സി ആണ്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റൂട്ട് 25 ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലസിന്റെ രണ്ട് വശത്തിൽ നിന്നും ഒരു 5 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. ഇപ്പൊ ഇവിടുന്ന് 5 സ്ക്വയർ പോയ ബാക്കി ഒരു 3 സ്ക്വയർ പ്ലസ് 2 റേസ് ടു 4 എന്നുണ്ട് അല്ലെ. അപ്പൊ 5 സ്ക്വയറിൽ നിന്ന് 5 ഔട്ട് സൈഡിലേക്ക് എടുത്തു. റൂട്ട് ഓഫ് 9 പ്ലസ് 16 റൂട്ട് 25 ആണ്. റൂട്ട് 25 എന്ന് വെച്ചാൽ 5 ആണ്. 5 ഇൻറ്റു 5 25. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, -1 റേസ് ടു 121 ഇൻറ്റു റൂട്ട് ഓഫ് 576 എത്രയാണ് എന്നാണ് ചോദ്യം. -1 റേസ് ടു 121 ഇൻറ്റു റൂട്ട് ഓഫ് 576. സ്ക്വയറും ക്യൂബും സ്ക്വയർ റൂട്ടും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു 30 വരെയെങ്കിലും സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ -1ന്റെ പവറില് ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കണേ, ഉത്തരം -1 തന്നെയാണ്. അതായത് -1 ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, അതായത് -1ന്റെ പവറിൽ കൃതിയായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം -1 ആണ്. ഇനി -1ന്റെ പവറിൽ ഈവൻ നമ്പർ വന്നാലോ ഇരട്ട സംഖ്യ വന്നാലോ ഉത്തരം 1 ആയിരിക്കും. ഓക്കെ, -1ന്റെ പവറിൽ ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വന്നാൽ ഉത്തരം 1 ആണ്. സോ ഇവിടെ നോക്കുക, -1 റേസ് ടു 121 ആണ്. അപ്പൊ 121 ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ? ഒറ്റ സംഖ്യയാണ്. സോ ഇവിടെ -1 തന്നെ ആയിരിക്കും ഇൻറ്റു റൂട്ട് ഓഫ് 576. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. എത്രയാണ് റൂട്ട് ഓഫ് 576? 24 ആണ് അല്ലെ. 24 ആണ്. 24ന്റെ സ്ക്വയർ ആണ് 576. ഓക്കെ, സോ റൂട്ട് ഓഫ് 576 എന്ന് പറഞ്ഞാൽ 24 ആണ്. -1 ഇൻറ്റു 24 -24 ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ -1 തെറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഓപ്ഷൻ എയിൽ മാർക്ക് ചെയ്യും. നമ്മുടെ ആൻസർ നെഗറ്റീവ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൂട്ട് 2 റേസ് ടു n സമം 1024. റൂട്ട് 2 റേസ് ടു n സമം 1024 ആയാൽ ന്റെ വില എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ചോദിച്ച ചോദ്യം. ഓക്കെ, ഈ 1024 എന്നുള്ള സംഖ്യ എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ കാണാതെ പഠിച്ചോ. 2 റേസ് ടു 10 ആണ് 1024. ഓക്കെ, എത്രയാണ്? 2 റേസ് ടു 10 ആണ് 1024. അപ്പൊ ഞാൻ ആ 1024നെ മാറ്റിയിട്ട് എന്ത് എഴുതാൻ പോവാ? 2 റേസ് ടു 10 എന്ന് എഴുതാൻ പോവാ. റൂട്ട് 2 റേസ് ടു n സമം 2 റേസ് ടു 10 എന്ന് മാറ്റി എഴുതും. ഓക്കെ, ഇനി റൂട്ട് 2നെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ എഴുതാൻ പറ്റുമല്ലോ. അതാണ് 2 റേസ് ടു ഹാഫ്. റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്തിനെയാണ്? 2 റേസ് ടു ഹാഫ് ആണ്. സോ ഞാൻ അവിടുത്തെ ആ ബ്രാക്കറ്റിനകത്തുള്ള റൂട്ട് 2നെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. 2 റേസ് ടു ഹാഫ്. ഓക്കെ, ഹോൾ റേസ് ടു n സമം 2 റേസ് ടു 10. യെസ്, ഇനി 2 റേസ് ടു ഹാഫ് ഇൻറ്റു n, a റേസ് ടു m ദ ഹോൾ റേസ് ടു n. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പവറിന്റെ മുകളിൽ മറ്റൊരു പവർ തന്നാൽ അവർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അതായത് 2 റേസ് ടു 1/2 ഇൻറ്റു n. 1/2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എന്താണ്? n/2 ആണ് അല്ലെ. അപ്പൊ 2 റേസ് ടു n/2 ഇസ് ഈക്വൽ ടു 2 റേസ് ടു 10 എന്നായി. അപ്പൊ നിങ്ങൾ കൃത്യംഗങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? ബേസ് സെയിം ആയി കഴിഞ്ഞാൽ പവേഴ്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ബേസ് സെയിം ആയി കഴിഞ്ഞാൽ
പവേഴ്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ n/2 സമം 10 ആകും. ഇവിടെ നിന്ന് n is equal to 2 ഗുണം 10 20 എന്ന് കിട്ടും അല്ലെ. n equal to 20 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലെ. അപ്പൊ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കുക. 1024 എന്ന് പറഞ്ഞാൽ 2/10 ആണ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് അവിടെ വരുന്ന നമ്പറിനെ ഈ 2ന്റെ പവറിലേക്ക് ആക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് കൊടുത്താൽ മതി. 2 കൊണ്ട് i2 10 o2 2 e2 4 വീണ്ടും 2 കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്ത് വന്നാൽ അവിടെ എത്ര 2 ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ആ 2 ആ എണ്ണം പവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ ഇവിടെ സംഖ്യ മാറി തന്നാലും ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ. അപ്പൊ 1024 പഠിച്ചു വെക്കുക. അത് എത്രയാണ്? 2/10 ആണ്. ഓക്കെ. സോ എന്നിന്റെ വാല്യൂ ഇവിടെ വരുന്നത് 20 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32ന്റെ വാല്യൂ എന്താണ് എന്നതാണ് ചോദ്യം. ഓക്കെ. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 32നെ കോമൺ ഡിനോമിനേറ്റർ ആക്കി വെക്കാം. 32 കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് മുകളില് മാറ്റം വരുത്താം. എങ്ങനെ മാറ്റാം? ഇവിടെ നോക്കൂ, ഇവിടെ 1 ആണ്. 1 എഴുതി താഴെ ഒരു 1 ഉണ്ട് എന്നാണ് മീനിങ് അല്ലെ. അപ്പൊ 1 32 ആവാൻ എന്തുകൊണ്ട് നമ്മൾ ഗുണിക്കണം? 32 കൊണ്ട് ഗുണിക്കണം. ഇനി താഴെ നിങ്ങൾ എന്ത് തന്നെ ഓപ്പറേഷൻ ചെയ്തോ അത് എവിടെയും ചെയ്യണം, മുകളിലും ചെയ്യണം. 1 × 32. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. 2 32 ആവാൻ നിങ്ങൾ എന്തുകൊണ്ട് ഗുണിക്കണം? 16 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. സോ മുകളിലും 16 കൊണ്ട് ഗുണിക്കണം. 4 32 ആവാൻ നിങ്ങൾ 8 കൊണ്ട് ഗുണിക്കണം അല്ലെ. 4 8 32. അപ്പൊ മുകളിലും ഒരു 8 കൊണ്ട് ഗുണിക്കണം. ഇനി 8 32 ആവാൻ ഒരു 4 കൊണ്ട് ഗുണിക്കണം, മുകളിലും 4 കൊണ്ട്. 16 32 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത് തന്നെ മുകളിലും എഴുതുക. 32 പിന്നെ 32 തന്നെയാണ്. സോ അവിടെ ഒന്നും ചെയ്യണ്ട. ഓക്കെ. ഇനി ആ മുകളിൽ എഴുതിയിരിക്കുന്നവരെ ഇവിടേക്ക് എടുത്തെഴുതാം. 32 + 1 × 16 16 + 1 × 8 8 + 1 × 4 4 + 1 × 2 2 + 1. കണ്ടോ? 32 + 16 + 8 + 4 + 2 + 1 /32 എന്ന് കിട്ടി. ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇവരെല്ലാവരെയും കൂടെ ആഡ് ചെയ്താൽ 63 ആണ് വരുന്നത്. 63/32 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. നോക്കൂ, 63/32. ശരിയല്ലേ? അപ്പൊ കൃത്യമായി ആഡ് ചെയ്യാനൊക്കെ പഠിക്കുക. തെറ്റുകൂടാതെ ചെയ്യുക. കെയർലെസ് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ തന്നെ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2/5 3/4 8/9 5/7 ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. 2/5 3/4 8/9 5/7 ഇങ്ങനെ 4 ഭിന്നസംഖ്യകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലുതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ടൊരു ടെക്നിക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഈ മുകളിലുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് ന്യൂമറേറ്റേഴ്സിലുള്ള നമ്പേഴ്സ്, അവിടെയൊക്കെ ഒരു 0 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 കൊണ്ട് ഗുണിക്കാന്ന് വിചാരിച്ചല്ലോ. അപ്പൊ നിങ്ങൾ ഇനി വിചാരിക്കരുത് അപ്പൊ മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാൽ താഴെയും 10 കൊണ്ട് ഗുണിക്കണ്ടേ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒരു ട്രിക്കാണിത്, ഇതൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട്, അതായത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ 20/5 ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 30/4 80/9 50/7 ചുമ്മാ നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെയൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 5 20. 30 4 കൃത്യമായിട്ട് പോവില്ല, എന്നാലും നമുക്ക് എന്താ പറയാ, 7 4 28 7 എടുത്താൽ മതി. ഇവിടെയോ 80/9 എത്ര വരും? 8 അല്ലെ. അതുപോലെ ഇവിടെ 7 7 49. അപ്പൊ ഇവിടെ 7 എടുക്കാം. അപ്പൊ നമുക്ക് 4 സംഖ്യകൾ കിട്ടിയിട്ടുണ്ട്. 4 7 8 7. ഇതിൽ ഏതാണ് ഏറ്റവും വലുത്? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകും. 8 ആണ് ഏറ്റവും വലുത് അല്ലെ. അപ്പോ ഈ 8ന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഭിന്നസംഖ്യ ഏതോ ഇതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഓക്കെ. അപ്പൊ ഇവിടെ ഏതാണ്? 8/9 ആണ് നമ്മുടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഇതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ സാധാരണ ചെയ്യാറ്? ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യും അല്ലെ. 4 8 i3 15. എന്നിട്ട് അതിൽ വലുത് നോക്കി 3/4 ആണ് വലുത്. ഇനി ഇവരെ രണ്ടുപേരെയും ക്രോസ് ചെയ്യും. അപ്പോ 3 27 4 8 32. അപ്പൊ നമുക്കറിയാം 27നേക്കാൾ വലുത് 32 ആണെന്ന്. പിന്നെ ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യും 56 45. അപ്പൊ ഇവിടെ മനസ്സിലായി 56 ആണ് വലുത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 8/9 ആണ് വലുതെന്ന്.
ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 8/9 ആണ് വലിയ സംഖ്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5/9 ഇൻറ്റു 5/9 മൈനസ് 4/9 ഇൻറ്റു 4/9 ഡിവൈഡഡ് ബൈ 5/9 മൈനസ് 4/9. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇതൊന്ന് എടുത്ത് എഴുതാം. 5/9 ഇൻറ്റു 5/9 മൈനസ് 4/9 ഇൻറ്റു 4/9 ഡിവൈഡഡ് ബൈ 5/9 മൈനസ് 4/9. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ മൾട്ടിപ്ലൈ ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ നേരെ ഈ ഓരോ ഭിന്നസംഖ്യയും ഗുണിക്കാം. അപ്പൊ എന്താ വരിക? 25/81 മൈനസ് 16/81 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പൊ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറയ്ക്കാം. 1/9 അല്ലെ. 25/81 മൈനസ് 16/81/1/9 ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 25 നിന്നും 16 കുറച്ചു കഴിഞ്ഞാൽ 9/81 ഹരിക്കണം 1/9 എന്ന് കിട്ടും. ഇനി ഈ 9 തവണ 81 പോകും അല്ലെ. 1/9 എന്നാവും. അതായത് ഇവിടെ 1/9/1/9 എന്ന്. ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയാ വരിക? 1 എന്നാണ് വരിക അല്ലെ. 1/9/1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കട്ടായി പോയിട്ട് 1 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സോ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ആ ബ്രാക്കറ്റിലുള്ളവരെ നമ്മൾ ഗുണിച്ചു. 5 25 9 9 81. ഇപ്പുറത്ത് 4 4 16 9 9 81. താഴെയാണെങ്കിൽ മൈനസ് ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ആണെങ്കിൽ സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്തു. 5 മൈനസ് 4 1/9. അതിനുശേഷം ഇവിടെ മുകളിലേക്ക് നോക്കുക. ഡിനോമിനേറ്റർ 81 ആണ്. ന്യൂമറേറ്റർ 25 മൈനസ് 16 എത്ര വരും? 9/81 എന്ന് വരും. ഇനി ആ 9/81 ഒന്ന് ചെറുതാക്കിയപ്പോ 1/9 എന്ന് കിട്ടി. സോ 1/9/1/9 ആൻസർ ഈസ് 1. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 0.48 ഇൻറ്റു 5.6 ഇൻറ്റു 0.28 ഡിവൈഡഡ് ബൈ 3.2 ഇൻറ്റു 0.21 ഇൻറ്റു 0.14. ഒന്ന് എഴുതാം. 0.48 ഇൻറ്റു 5.6 ഇൻറ്റു 0.28 ഡിവൈഡഡ് ബൈ 3.2 ഇൻറ്റു 0.21 ഇൻറ്റു 0.14. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. മുകളിൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. താഴെ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ 1 2 പോയിന്റിന് ശേഷം 4 8 അല്ലെ. അപ്പൊ 1 2 3 4 5 പോയിന്റിന് ശേഷം 5 ഡിജിറ്റ് ആണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള അക്കങ്ങളുടെ എണ്ണം 5 എണ്ണം. അതുപോലെ താഴേക്ക് നോക്കൂ, 1 2 3 4 5 ഇവിടെയും 5 എണ്ണാണുള്ളത്. അപ്പൊ ഇത്തരത്തിൽ മുകളിലും പോയിന്റിന് ശേഷം ഉള്ള ഡിജിറ്റുകളുടെ എണ്ണവും താഴെയും പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണവും തുല്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഖ്യകളെ നേരിട്ട് എഴുതാം. അതായത് 48 ഇൻറ്റു 56 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 21 ഇൻറ്റു 14 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ? 48 ഇൻറ്റു 56 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 21 ഇൻറ്റു 14 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 14 ഗുണം 2 ആണ് 28 അല്ലെ. ഇനി ഇവിടുന്ന് 3 21 8 56. ഇനി 4 8 32. ഈ 4 കൊണ്ട് 1 4 4 24 8. ഇവിടെ കട്ട് ചെയ്താൽ 4 3 12 അല്ലെ. സോ ബാലൻസ് എത്രയാ ഉള്ളത്? 4 ഇൻറ്റു 2 ആണ് 8 ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് കാണാം നമുക്ക്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 8 ആണ്. ഇനി ഇവിടെ നമ്മൾക്ക് പോയിന്റിന് ശേഷം ഉള്ള ഡിജിറ്റുകളുടെ എണ്ണം 5 ആണ് മുകളില്. അതുപോലെ താഴെയും പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണം 5 ആണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ എന്ത് വരുന്നില്ല എന്ന്, പോയിന്റ് വരുന്നില്ല എന്ന്. അങ്ങനെയും നമുക്ക് ഓപ്ഷൻ എയിലേക്ക് എത്താം. എങ്കിലും നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൃത്യമായി ആൻസർ മനസ്സിലാക്കാം. 8 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അതേപോലെയുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിൽ, തൊട്ട് മുന്നുള്ള ചോദ്യത്തിൽ നോക്കിയപ്പോ
മുകളിലും പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണവും താഴെ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണവും തുല്യമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, തുല്യമല്ല. 0.12 by 0.3. അപ്പൊ ഞാൻ ഇതിനെ ഒരു കാര്യം ചെയ്യാം, തൊട്ട് മുൻപേ എഴുതിയതുപോലെ തന്നെ 0.12 into 0.4 into 0.6 divided by 0.3 into 0.2 into 0.4 എന്ന് എഴുതുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ എഴുതി, തെറ്റൊന്നുമില്ല ഇങ്ങനെ എഴുതുമ്പോഴും. ഇനി നോക്കൂ, മുകളില് 1, 2, 3, 4 ഡിജിറ്റ് ആണ് പോയിന്റിന് ശേഷം വരുന്നത് അല്ലെ. പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി, 4 എണ്ണമാണ്. താഴെ നോക്കൂ, 1, 2, 3 എണ്ണാണ് താഴെയുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി മുകളിൽ കൂടുതലാണ്, താഴെ കുറവാണ്. എവിടെയാണ് കുറവുള്ളത്? താഴെയാണ് കുറവുള്ളത്. എത്രയാണ് കുറവുള്ളത്? ഒരെണ്ണത്തിന്റെ കുറവാ ഉള്ളത് അല്ലെ, 4 ആവാം, ഒരെണ്ണത്തിന്റെ കുറവ്. അപ്പൊ എത്രയാണോ കുറവുള്ളത് അത്രയും പൂജ്യമുള്ള സംഖ്യയെ ആ കുറവുള്ളിടത്ത് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമുക്ക് ഈ സംഖ്യകളെ 12 into 4 into 6 divided by 3 into 2 into 4 എന്ന് എഴുതാം. ഇനി കുറവുള്ളത് താഴെയാണല്ലോ, ഒരു ഡിജിറ്റിന്റെ കുറവാ ഉള്ളത്, അപ്പൊ 10. ഒരു ഡിജിറ്റിന്റെ കുറവാണെങ്കിൽ ഒരു പൂജ്യമുള്ള സംഖ്യ 10ന് നമുക്ക് താഴെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, തൊട്ട് മുൻപേ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. സോ ഇവിടെ എങ്ങനെ വരും, നമുക്ക് ഈ 4നെ കട്ട് ചെയ്യാം, 3, 2, 6, ഇതും കട്ടായി. 12 by 10 എന്ന് വരും. 12 by 10 എന്ന് വെച്ചാൽ 1.2, 1.2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, 1.2. മനസ്സിലായല്ലോ, എളുപ്പമല്ലേ? അപ്പൊ 2 ക്വസ്റ്റ്യനും മനസ്സിലാക്കുക. ഒന്ന്, മുകളില് പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റും താഴെ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റും ഒരേപോലെ ആയിരുന്നു. ഇവിടെ കുറവ് വന്നു. കുറവ് വന്നപ്പോൾ എവിടെയാണോ കുറവുള്ളത് ആ കുറവ് എത്ര കുറവാണല്ലോ, ഒരു ഡിജിറ്റിന്റെ കുറവായതുകൊണ്ട് 10 കൊണ്ട് ആ കുറവുള്ള സ്ഥാനത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ മുകളിലാണ് കുറവുള്ളതെങ്കിൽ 10 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 90 km/h ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടും? ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. 90 km/h ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ തന്നിട്ടുള്ളത് km/h ആണ്. km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്ത് ചെയ്താൽ മതി? മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ into 5/18 into 5/18. സോ ഇവിടെ തന്നിട്ടുള്ളത് 90 അല്ലേ, 90 into 5/18 ചെയ്താൽ മതി. 18 90ല് 5 തവണ പോകും. സോ 5 ഗുണം 5 25 മീറ്റർ/സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ 25 മീറ്റർ ആണ് നമ്മുടെ ഉത്തരം. 90 km/h ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡിൽ എത്ര മീറ്റർ ഓടും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? into 5/18. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/h വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 km/h വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് മൊത്തം ഒരു ദൂരമുണ്ട്, അതില് 120 കിലോമീറ്റർ അല്ലെ, രണ്ടും 120 കിലോമീറ്റർ. അപ്പൊ പകുതി ദൂരമാണ്, തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 120 കിലോമീറ്റർ ഉണ്ട്. അതേപോലെ നെക്സ്റ്റ് 120 കിലോമീറ്റർ. ആദ്യം സഞ്ചരിച്ച സ്പീഡ് എത്രയാ? 30 km/h. ദെൻ സെക്കൻഡ് സഞ്ചരിച്ച സ്പീഡ് 20 km/h ആണ് അല്ലെ. അപ്പൊ തുല്യ ദൂരം ആണ്. വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാൻ നമുക്കൊരു കാര്യം അറിയാം, ആവറേജ് സ്പീഡ് ഇൻ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെ. തുല്യ ദൂരം ശരാശരി വേഗത കണ്ടെത്താനുള്ള ഫോർമുല 2ab/a+b ആണ്. a എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡ്, b രണ്ടാമത്തെ സ്പീഡ്. അപ്പൊ 2ab/a+b കൊടുത്താൽ എന്ത് വരും? 2 into 30 into 20 by 30 plus 20 എത്ര എന്ന് എഴുതാം? 50 എന്ന് എഴുതാം അല്ലെ. കട്ട് ചെയ്ത് കളയാം. ഇവിടെ 0 കട്ടായി, 6 5 30 അല്ലെ. അപ്പൊ നമുക്കിവിടെ 4 ഗുണം 6 6 4 24 km/h എന്ന ആൻസർ കിട്ടും. ഇതാണ് 24 km/h. അപ്പൊ ഓർക്കുക, തുല്യ ദൂരമാണെങ്കിൽ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കാം 2ab/a+b അപ്ലൈ ചെയ്താൽ മതി.
ഓക്കെ, സോ ഓപ്ഷൻ ബി 24 കിലോമീറ്റർ പെർ അവർ ആണ്. 24 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 108 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുതി പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ചോദ്യം ഇവിടെ? തീവണ്ടിയുടെ വേഗത തന്നിട്ടുണ്ട്, സ്പീഡ് 108 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ. ഇത് ഒരു വൈദ്യുത പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം, ടൈം ഇവിടെ തന്നിട്ടുള്ളത് 30 സെക്കൻഡ് എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ തീവണ്ടിയുടെ നീളം നമുക്കറിയാം. ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെയോ ഒരു പോളിനെയോ ഒരു മനുഷ്യനെയോ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് തീവണ്ടിയുടെ നീളമാണ് അല്ലെ. സോ ഇവിടെ തീവണ്ടിയുടെ നീളം ചോദിച്ചാൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് തന്നെയാണ്. അത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ യൂണിറ്റിലേക്കാണ്. ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഇനി യൂണിറ്റിലേക്ക് നോക്കുക. ടൈം സെക്കൻഡിലാണ്, ആൻസേഴ്സ് എല്ലാം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്പീഡിന് നമ്മൾ നിർബന്ധമായും മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇതിന് നമുക്കൊന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. 108 ഇൻറ്റു 5/18 ആണ്. 18 108 6 തവണയാണ് പോവുക. സോ 6×5 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ. സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി, ടൈം സെക്കൻഡിലാണ്. ഇനി ഡിസ്റ്റൻസ് കാണാൻ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ സ്പീഡ് ഇവിടെ എത്രയാണ്? 30 ആണ്. ടൈം 30 ആണ്. സോ 30 × 30 900 മീറ്റർ ആണ് ഈ തീവണ്ടിയുടെ നീളം. അതായത് ഡിസ്റ്റൻസ് ആയി കിട്ടുന്നത് തന്നെയാണ് എന്ത്? തീവണ്ടിയുടെ നീളമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ എപ്പോഴും ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കണം. സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ ടൈം സെക്കൻഡിലും ഡിസ്റ്റൻസ് മീറ്ററിലും ആയിരിക്കും. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. മനസ്സിലായല്ലോ? സോ ഓപ്ഷൻ സി 900 മീറ്റർ ആണ് നമ്മുടെ ആൻസർ. അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഫോർമുല, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ആൻഡ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഈ 3 ഫോർമുലയും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ് ആണ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് ഒരു പോസ്റ്റ് കടന്നു പോകാൻ വേണ്ട സമയം 24 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണം? സോ ഇവിടെ ട്രെയിനിന്റെ നീളമാണ് 240 മീറ്റർ. നമുക്കറിയാം ഈ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒരു തുരങ്കത്തെയോ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ എടുക്കണം? ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. 240 മീറ്റർ നീളമുള്ള ട്രെയിനിന് അല്ലെ, 240 മീറ്റർ നീളമുള്ള ട്രെയിനിന് ഒരു പോസ്റ്റ് കടന്നു പോകാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ട്രെയിനിന്റെ നീളം മാത്രം എടുത്താൽ മതി. 24 സെക്കൻഡ് ആണ്. എന്നാൽ അതേ ട്രെയിനിന് പ്ലാറ്റ്ഫോമിനെ കടക്കുക എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്യണം. 240 പ്ലസ് 750 എത്രയാ വരിക? 0 9 9 990 മീറ്റർ. അതായത് 990 മീറ്റർ കടക്കാൻ എത്ര ടൈം വേണം എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഒരു ട്രെയിനിന് ഒരു പോസ്റ്റിനെയോ ഒരു മനുഷ്യനെയോ ഒക്കെ കടന്നു പോകണമെങ്കിൽ ട്രെയിൻ കവർ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ട്രെയിനിന്റെ നീളമാണ്. അതേസമയം ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒരു തുരങ്കത്തെയോ ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളമാണ്. ട്രെയിനിന്റെ നീളം 240ഉം പ്ലാറ്റ്ഫോമിന്റെ നീളം 750 ആണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്തിട്ട് 990 മീറ്റർ ക്രോസ് ചെയ്യാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 990നെയും 20നെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 990
990 into 24 ഡിവൈഡഡ് ബൈ 240 അല്ലെ? ഈ 0 കട്ട് ചെയ്യാം, 24 കട്ട് ചെയ്യാം, ആൻസർ വരിക 99 സെക്കൻഡ് എന്നാണ് അല്ലെ? 99 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? 240 ക്രോസ് ചെയ്യാൻ 24 ആണെങ്കിൽ 240 പ്ലസ് 750 കടന്നു പോകാൻ എത്ര സമയം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. സോ ഈ രീതിയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പൊ ഇനി ബാക്കിയുള്ള ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമൊക്കെ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.